everyone, welcome back to Salem Learning. It's me, Muhammad Shafiq VK, your chemistry teacher. മക്കളെ എല്ലാവരും NMMSന് ഒരുക്കത്തിലായിരിക്കില്ലേ? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണ്. നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ എക്സാം ആണ്. സ്കോളർഷിപ്പ് മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലും വീട്ടിലും എല്ലാ സ്ഥലത്തും ഒരുപാട് വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സാം ആണ്. തീർച്ചയായിട്ടും സൈലം നിങ്ങളുടെ ഒപ്പം ഉണ്ട്, ഞങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നിങ്ങളെ ആ ഒരു എയിമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? ഒരാൾക്ക് മാത്രമേ കിട്ടൂ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് തന്നിട്ട് ആ കട്ട് ഓഫ് മാർക്കിൽ അപ്പുറത്തുള്ള എല്ലാ കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പ് കിട്ടുന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നിങ്ങൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് തന്നെ സാർ വിചാരിക്കുന്നു. സൈലം അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൽ NMMS ക്ലാസ് ഫ്രീ ആണ്. ഒപ്പം നമ്മുടെ യോധ ബാച്ചിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സിലബസ് നന്നായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നല്ല കുട്ടികളായിട്ട് ഞങ്ങൾ വാർത്തെടുക്കുന്നുണ്ട്. എല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് സാറ് കെമിസ്ട്രി NMMSൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഏരിയയെ പറ്റി ചർച്ച ചെയ്യാണ്. മറ്റൊന്നുമല്ല, ആ ഏരിയ ഏതാണെന്ന് വെച്ചാൽ ആറ്റം എന്ന് പറഞ്ഞ ഏരിയയാണ്. ഈ ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സാർ പറയട്ടടാ. മക്കളെ, നിങ്ങൾക്കറിയാം ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ആ ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആറ്റത്തിന് എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. എന്താണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ സെന്ററിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആറ്റത്തിന് എന്തുണ്ടടാ? ന്യൂക്ലിയസ് ഉണ്ട് എന്ന് മക്കൾക്ക് അറിയാം. ന്യൂക്ലിയസ്. ഓക്കെ, ഇനി ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആറ്റത്തിന്റെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുക. അപ്പോൾ ഒരു ആറ്റത്തിന് 3 ടൈപ്പ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ആറ്റത്തിന്റെ ഉള്ളിൽ 3 ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആരൊക്കെയാണത്? ഒന്ന് പ്രോട്ടോൺസ്, മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും പ്രോട്ടോൺസ് എന്നാണ് പറയാ, P എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. മറ്റൊന്നാണ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക? E എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക. മറ്റൊന്നാണ് ഇത് ന്യൂട്രോൺസ് എന്ന് വിളിക്കുന്നത്. ന്യൂട്രോൺസ്. ഓക്കെ, എങ്ങനെ നൊട്ടേറ്റ് ചെയ്യുക? N, സ്മോൾ ലെറ്റർ N ആയിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുക. ചാർജ് കൂടി എന്റെ മക്കൾ പഠിച്ചു വെക്കുക. ചാർജ് എന്താണടാ? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ചാർജ്ലെസ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഈ ഏരിയയിൽ നിന്നും ചോദ്യം എങ്ങനെയൊക്കെയാ വരിക നോക്കിയേ. ഒരു ആറ്റത്തിലെ പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഏതാണ്? പ്രോട്ടോൺ. നെഗറ്റീവ് പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോൺ. അതേപോലെ ന്യൂട്രൽ ആയിട്ടുള്ള അഥവാ ചാർജ് ഇല്ലാത്ത കണിക ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണടാ? ന്യൂട്രോൺ ആണ്. അപ്പോൾ ഇതാണ് 3ഉം എവിടെയുള്ളത്? നമ്മളുടെ ആറ്റത്തിലുള്ളത്. ഇനി അടുത്തത് എന്താ? ഈ പറയുന്ന പ്രോട്ടോണും ന്യൂട്രോണും എവിടെയുള്ളത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ന്യൂക്ലിയസ് ആണ് ഈ പറയുന്ന പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ കേന്ദ്രമാണ്, സെന്റർ ഓഫ് ആറ്റം ആണ് ന്യൂക്ലിയസ്. ഇനി അതിന് പുറമെ ആറ്റത്തിന്റെ ചുറ്റും, ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും എന്തുണ്ടായിരിക്കും? ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ടായിരിക്കും. എന്ത് കറങ്ങുന്നുണ്ടായിരിക്കും? ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ടായിരിക്കും. ഈ ഇലക്ട്രോണുകൾക്ക് കറങ്ങാനുള്ള, ഇലക്ട്രോണിനെ സാർ ഇങ്ങനെ ഡോട്ടായിട്ട് കാണിക്കുകയാണ്. ഇലക്ട്രോണുകൾക്ക് കറങ്ങാനുള്ള ഈ പാത്തിനെ, ഈ ഒരു വഴിയെ വിളിക്കുന്ന പേരാണ് ഷെല്ലുകൾ എന്ന് വിളിക്കുക. എന്താ അതിനൊക്കെ വിളിക്കുന്നത് മക്കളെ? ഈ കാണുന്നവയെ വിളിക്കുന്ന പേരാണ് ഷെല്ലുകൾ, അല്ലേ? ഷെൽസ് എന്ന് പറയുന്നത്. ഷെല്ല് അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഓർബിറ്റ്. ഷെല്ലോ അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഓർബിറ്റ് എന്നോ വിളിക്കാം. ഓക്കെ, അപ്പം ഇലക്ട്രോൺസിന്റെ പാത്തിന് വിളിക്കുന്ന പേരെന്താണ്? പഠിച്ചു വെക്കുക. ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്നാണ്. അപ്പോൾ എങ്ങനെയൊക്കെ അവിടുന്ന് ചോദ്യങ്ങൾ നോക്കിയേ. ആദ്യത്തെ ചോദ്യം സാർ പറഞ്ഞു സബറ്റോമിക് പാർട്ടിക്കിൾസ് അഥവാ ആറ്റത്തിന്റെ ഉള്ളിലുള്ള കണികകളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഓരോന്നിന്റെയും ചാർജും കാര്യങ്ങളൊക്കെ പഠിച്ചു. ദെൻ ആറ്റത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്, സെന്റർ ഓഫ് ആറ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂക്ലിയസ് ആണ്. അതിന് ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ ആ ഒരു പാത്തിനെയാണ്, ആ വഴിയെയാണ് വിളിക്കുന്നത് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഷെല്ലുകൾക്കുള്ള പേരുകൾ മക്കൾ പഠിച്ചു വെക്കുക. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താടാ മക്കളെ? ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത സാറൊന്ന് കളർ ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് K ഷെൽ എന്നാണ് വിളിക്കുക. K ഷെൽ. അതിന്റെ ഇങ്ങോട്ട് വന്നാൽ L ഷെൽ, പിന്നെ M ഷെൽ, ഇനിയും ഷെൽ ഉണ്ടെങ്കിൽ N ഷെൽ എന്ന് വിളിക്കും. K ഷെല്ലിനെ തന്നെയാണ് ഒന്നാമത്തെ ഷെൽ എന്ന് പറയുന്നത്. L ഷെല്ല് രണ്ടാമത്തെ ഷെല്ലാണ്. M ഷെൽ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ്. N ഷെല്ല് നാലാമത്തെ ഷെല്ലാണ്. അപ്പൊ K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ ഷെല്ലിലും കൊള്ളാകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. മക്കളെ നോക്കി, ഒരു ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോ ഇലക്ട്രോൺസ് ഇൻ ഷെല്ലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇലക്ട്രോൺസ് ഇൻ ഷെല്ല്, ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മക്കളെ
2n². 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. ഈ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? n = ഷെൽ നമ്പർ ആണ്. മക്കൾക്ക് ഏത് ഷെല്ലിന്റെ ഇലക്ട്രോൺ ആണോ കണ്ടുപിടിക്കുന്നത് അതാണ് n എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ മക്കളെ? നോക്കിയേ, ഫസ്റ്റ് ഷെല്ല് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ n എന്താണ്? 1 ആണ്, ഒന്നാമത്തെ ഷെല്ലല്ലേ. അപ്പൊ 2n² എന്ന് പറയുമ്പോൾ 2 × 1², അതായത് 2 തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ആണ്. ഇനി രണ്ടാമത്തെ ഷെല്ലോ, സെക്കൻഡ് ഷെല്ലില് മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺ എത്ര എണ്ണാണ് നമുക്ക് കണ്ടുപിടിച്ചേക്കാം. സെക്കൻഡ് ഷെല്ല് എന്ന് പറയുമ്പോൾ n എത്രയാണ്? 2 ആണ്. അപ്പൊ 2 × 2² ആണ്. അപ്പോ 2 × 4 ആണ്. അപ്പൊ എത്ര കിട്ടുക? 8 ഇലക്ട്രോൺസ് ആണ് സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം അവിടെ കൊള്ളുന്ന ഇലക്ട്രോൺ. ഇനി തേർഡ് ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോൺ കണ്ടുപിടിച്ചാലോ? തേർഡ് ഷെല്ലിൽ ഇലക്ട്രോൺ എത്ര എണ്ണ കൊള്ളാൻ നോക്കാം. അപ്പൊ n = എത്രയാടാ? 3 ആണ്. n = 3 ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ ആണ് അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുക? 2 × 3² ആണ്. അപ്പോ 2 × 9 ആണ്. ദാറ്റ് = എത്രടാ? 18 ഇലക്ട്രോൺസ്. 18 ഇലക്ട്രോൺ ആണ് തേർഡ് ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8 വരെ പോകും. തേർഡ് ഷെല്ല്, ഫോർത്ത് ഷെല്ലും കൂടി നമുക്ക് നോക്കിയാലോ മക്കളെ? ഫോർത്ത് ഷെല്ല് കൂടി നോക്കാം. നാലാമത്തെ ഷെല്ല്, ഫോർത്ത് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ n = 4 ആണ്. അപ്പൊ 2 × 4² ആണ്. അപ്പൊ എത്ര? 2 × 4² എന്ന് പറയുമ്പോൾ 2 × 16 ആണ്, അഥവാ 32 ഇലക്ട്രോൺസ്. നാലാമത്തെ ഷെല്ലിൽ മാക്സിമം പോവുക 32 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇതൊന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് മക്കൾ നല്ലതാണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് ആണ് മാക്സിമം, എൻ ഷെല്ലിൽ എത്രയാടാ? 32 ഇലക്ട്രോൺസ് ആണ് മാക്സിമം. ഇത് പഠിക്കാൻ സാർ ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. നോക്കിയേ മക്കളെ, ഇവിടെ നോക്ക്, 2 അവിടെ നിന്ന് എത്രയാടാ? 8, 2 8, പിന്നെന്താണ്? 18, 2 8 18, പിന്നെ എത്രയാടാ? അവിടെ 32. അപ്പൊ മക്കൾ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ 2ഉം അതേപോലെ തന്നെ 8ഉം നമ്മളുടെ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്, അല്ലെ? 2ഉം 8ഉം നമ്മളുടെ ഡിഫറൻസ് 6 ആണ്. 8ഉം 18ഉം നമ്മളുടെ ഡിഫറൻസ് എന്താണ്? 10 ആണ്. ഇനി ഇവിടെ 18ഉം 32ഉം നമ്മളുടെ ഡിഫറൻസ് എന്താണ്? 14 ആണ്. അപ്പൊ ഡിഫറൻസ് എന്താ സംഭവിക്കുന്നത് നമുക്ക് കിട്ടിയോ? ഇവിടെ 6 ആയിരുന്നു ഡിഫറൻസ്, ഇവിടെ എത്രയായി? 10 ആയി, ഇവിടെ 14 ആയി. അപ്പൊ ഡിഫറൻസ് 4 കൂടുന്നു. അപ്പൊ 6, 2 ആദ്യത്തെ 2, അപ്പൊ 2ഉം 6ഉം 8. പിന്നെ 6നോട് 4 കൂട്ടുക, 4 കൂടുമ്പോൾ 10. അപ്പൊ അടുത്ത ഡിഫറൻസ് എത്രടാ? 10 ആണ്. അപ്പം 8ഉം 10ഉം 18. ഇനിയുള്ള ഡിഫറൻസിനോട് 4 കൂട്ടുക, അപ്പൊ 14. അപ്പൊ എത്ര? 18ഉം 14ഉം എത്ര? 32. ഓക്കെ, വേണമെങ്കിൽ ആ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ഡിഫറൻസ് ട്രിക്ക് അല്ല, ശരിക്കും അതിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് NMMSലെ ക്വസ്റ്റ്യൻസിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതല്ലാത്ത കുറെ ഏരിയകൾ ആറ്റത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ വരും ക്ലാസ്സുകളിലൊക്കെ സാർ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇപ്പൊ സാറ് പറഞ്ഞ ഈ കണ്ടന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനിയും നമ്മൾ NMMSന്റെ പിറകെ കൂടുന്നുണ്ട്. അപ്പൊ അന്നൊക്കെ നമുക്ക് എന്തുണ്ടാവും? ഇതേപോലെയുള്ള ഒരുപാട് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഈ ആറ്റവുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകളുണ്ട്, ആ സയന്റിസ്റ്റുകളെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. അതുമായിട്ട് സാറ് പിന്നെ ഒരു ക്ലാസ്സിൽ വരുന്നതാണ്. എല്ലാം കൂടി ഒരൊറ്റ ക്ലാസ്സിൽ മക്കളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും നല്ല ഉഷാറായിട്ട് പഠിക്കുക. NMMSന്റെ ലൈവുകളും കാര്യങ്ങളൊക്കെ കാണുക. നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോയി നല്ല എൻട്രൻസ് എക്സാം, അതായത് NMMS എക്സാമുകൾക്ക് നിങ്ങൾ നല്ല സ്കോറൊക്കെ നേടിയിട്ട് എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുക. മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക, ഒപ്പം വർക്ക് ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സൈനിങ് ഓഫ്.